മരിച്ചു എന്ന് കഴിഞ്ഞാൽ ഒരു എന്തൊരു ലോകം, പരലോകം ഉണ്ടെങ്കിൽ എത്തീസ്റ്റിന് നഷ്ടം അല്ലെങ്കിൽ നോ ഗെയിൻ എന്നാണ് പറഞ്ഞത്. വിശ്വാസിക്കാണെങ്കിലോ, വിശ്വാസിക്ക് ഗെയിൻ അല്ലെങ്കിൽ നോ ലോസ്. അങ്ങനെയാണോ? ഈ പറയുന്ന ഇദ്ദേഹത്തിന് പോലും ഗെയിൻ ഉണ്ടാവാൻ സാധ്യതയില്ല. 72 5-1 72 ഇദ്ദേഹത്തിന്റെ സാധ്യത. 5-1 പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്ത് പോട്ടെ മൊത്തമുള്ള മുസ്ലിങ്ങളുടെ എണ്ണം, അതിൽ 72 വിഭാഗങ്ങളിൽ ഒരു വിഭാഗത്തിൽ ഇദ്ദേഹം പെട്ടിട്ടുണ്ടെങ്കിൽ ഇദ്ദേഹത്തിന് സ്വർഗം കിട്ടും. അല്ലെങ്കിൽ ഇദ്ദേഹത്തിന് എന്താ കിട്ടുക? ഭയങ്കര പെർപ്പച്വലായിട്ടുള്ള ഫയറോ ഏതോ സാധനമാണ്. അപ്പൊ ഇതാണ് ഇദ്ദേഹത്തിന്റെ സാധ്യത. ഇതുപോലും ഇദ്ദേഹത്തിന് കിട്ടാതിരിക്കാം. പിന്നെ നമുക്ക് വലിയ വ്യത്യാസമൊന്നുമില്ല. നിങ്ങൾക്ക് ഗെയിൻ എന്ന് ഉറപ്പിച്ച് പറയൊന്നും വേണ്ട. നിങ്ങളുടെ ഗെയിൻ എന്ന് പറയുന്നത് വളരെ 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 നാരോ ആണ്. അങ്ങനെ ഉണ്ടെങ്കിൽ പോലും പിന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഈ പറയുന്ന ഒരു സോക്കോൾഡ് ദൈവം ഉണ്ട് എങ്കിൽ പുള്ളിയെ യാതൊരു രീതിയിലും ശല്യപ്പെടുത്താത്ത, പുള്ളിയുടെ തീരുമാനങ്ങളെ ചോദ്യം ചെയ്യാത്ത, പുള്ളിയുടെ ശാസനങ്ങളെ ചോദ്യം ചെയ്യാത്ത, പുള്ളിയെ ബുദ്ധിമുട്ടിക്കാത്ത എത്തീസ്റ്റുകളോട് പ്രത്യേകിച്ച് പുള്ളിക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടാവേണ്ട കാര്യമില്ല. പിന്നെ മാത്രമല്ല, ഇദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ പോലും എത്തീസ്റ്റുകളെ പൊരിക്കുമെന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യുമെന്നൊന്നും പറയുന്നില്ല. എത്തീസ്റ്റുകൾ എന്ന് പറയുന്ന ഒരു വിഭാഗത്തെ പോലും അദ്ദേഹം അവരുടെ പുസ്തകങ്ങളൊന്നും ഞാൻ കണ്ടിട്ടില്ല. കാഫിർ, മുനാഫിക് എന്നൊക്കെ പറയുന്നു. അതൊക്കെ ഉരുട്ടി വരുമ്പോൾ വേറെ വേറെ സാധനങ്ങളാണ്. ശരിക്കും ഒരു പച്ചക്കൊരു നാസ്തികനാണ് എന്ന് പറയുന്നില്ല. പിന്നെ ഫിസിക്സിന്റെ നിയമം വെച്ച് ദൈവത്തെ തെളിയിച്ചു. ഫിസിക്സിന്റെ നിയമം ഏത് നിയമം വെച്ചാണ് തെളിയിച്ചത്? ഓക്കെ, മെറ്റാഫിസിക്സ്, അങ്ങനെ കുറേ സ്യൂഡോ സാധനങ്ങളൊക്കെ ഉണ്ട്. അതിനൊന്നും ഇവിടെ യാതൊരു പ്രസക്തിയില്ല. ഫിലോസഫി എന്ന് പറയുന്നത് എന്താ സംഗതി? വാദിച്ചും ഊഹിച്ചും ഒക്കെ ഓരോ കാര്യങ്ങൾ പേപ്പറിൽ തെളിയിക്കുക. അതും ഒരു തരം സ്വപ്ന സഞ്ചാരമാണ്. അതിനും യാതൊരു പ്രസക്തിയില്ല. ഞാൻ ഈ ഡിബേറ്റിൽ ഒട്ടും എൻ്റർടൈൻ ചെയ്യുന്നില്ല ഫിലോസഫിക്കലായിട്ടുള്ള യാതൊരു ആർഗ്യുമെൻറ്റും. സയൻസിലേക്ക് വരൂ. സയൻസ് എങ്ങനെയാണ് ദൈവം ഉണ്ട് എന്ന് തെളിയിക്കുന്നത്? നിങ്ങൾ പൊതുവിൽ പറയും സയൻസിന് ദൈവത്തിൻ്റെ അസ്തിത്വമായിട്ട് യാതൊരു ബന്ധവുമില്ല എന്ന് പറയും. പിന്നെ തെളിയിച്ചു എന്ന് പറയുന്നത് എങ്ങനെയാണ്? അത് കോൺട്രഡിക്ടറി ആണ്. ഇപ്പോൾ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് എന്ന് എടുത്തു കഴിഞ്ഞാൽ മാറ്റർ കനോട്ട് ബി ഓർ എനർജി കനോട്ട് ബി ക്രിയേറ്റഡ് ഓർ ഡിസ്ട്രോയിഡ്. അപ്പോൾ അവിടെ തീർന്നില്ലേ? ഇത് പിന്നെ ഇവിടെ എങ്ങനെയാണ് ഒരാൾ ക്രിയേറ്റ് ചെയ്യുന്നത്? ക്രിയേഷൻ എന്ന് പറയുന്ന സംഗതി ഇല്ല. ക്രിയേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ശൂന്യതയിൽ. എവരെ ഫിലോസഫി ആയെങ്കിലും അല്ലാതെ ഉള്ളത് എടുത്തു നോക്കുക. ഫിസിക്സിൽ അങ്ങനെ ഒരു ശൂന്യതയെക്കുറിച്ച് പറയുന്നില്ല. നമ്മൾ ഈ പറയുന്ന എംറ്റിനെസ്സിൽ നിന്ന് തന്നെ ക്വാണ്ടം ഫ്ലക്ച്വേഷൻസ് വഴി മാറ്ററിന്റെ പൂർവ്വരൂപങ്ങളോ ഉരുത്തിരിയാമെന്നുള്ളതാണ് ഫിസിക്സ് പറയുന്നത്. അങ്ങനെ ശൂന്യതയെക്കുറിച്ച് ഇവർ പറയുന്ന അർത്ഥത്തിൽ ഒന്നുമില്ലായ്മ, നത്തിങ്നെസ്സിനെ കുറിച്ച് ഫിസിക്സ് പറയുന്നില്ല. അപ്പോൾ പിന്നെ